ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരും മാലാഖമാരെ കണ്ടിട്ടില്ലേ? വെളുത്ത് ചിറകുള്ള സുന്ദരമായ വെണ്മയുള്ള പരിശുദ്ധി നിറഞ്ഞ മാലാഖമാര്. മക്കളെ, നമ്മളും ജനിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. നമ്മുടെ ആത്മാവ് വിശുദ്ധമായ മാലാഖയെ പോലെ വെണ്മ നിറഞ്ഞതായിരുന്നു. നമ്മുടെ ആത്മാവിൻ്റെ പ്രതീകമാണിത്. കണ്ടോ? നമ്മുടെ ആത്മാവ് വെളുത്ത പാത്രം പോലെ നിർമ്മലമായിരുന്നു. പക്ഷേ നമ്മൾ വലുതായി 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 വരുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മുടെ ആത്മാവിലേക്ക് ഇങ്ങനെ പാപങ്ങൾ, കൊച്ചു കൊച്ചു പാപങ്ങൾ ഇങ്ങനെ വീഴാൻ തുടങ്ങും. നമ്മുടെ ആത്മാവിലേക്ക് ഇങ്ങനെ പാപങ്ങൾ വീണ് 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 നമ്മുടെ ആത്മാവ് വെണ്മ നഷ്ടപ്പെട്ട് കറകളുള്ള ആത്മാവായിട്ട് മാറും. അപ്പം എന്താ സംഭവിക്കണേന്നറിയോ? നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെ നന്മ കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് ആകെ സങ്കടവും ദുഃഖമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്തു ചെയ്യും? ഈ പാപങ്ങളെല്ലാം കഴുകിക്കളയാനായിട്ട് കുമ്പസാരത്തിലൂടെ, അല്ലേ, കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റുപറയും. നമ്മുടെ പാപങ്ങളെല്ലാം പശ്ചാത്താപത്തോടെ ഏറ്റുപറയുമ്പോൾ ദൈവം ക്ഷമിക്കും. അപ്പോൾ പശ്ചാത്താപത്തോടെ നമ്മൾ ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം ദൈവം ഇങ്ങനെ കത്തിച്ച് ചാമ്പലാക്കി കളയും. കണ്ടോ? കത്തിച്ച് ദൈവം ചാമ്പലാക്കി കളയും. കുമ്പസാരത്തിലൂടെ ഏറ്റുപറയുന്ന പാപങ്ങളിങ്ങനെ കത്തിച്ച് 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 ചാമ്പലായി ചാമ്പലായി പോകും. കണ്ടോ? ഇങ്ങനെ ചാമ്പലായി പോയി കഴിയുമ്പോൾ ദൈവം വലിയൊരു അനുഗ്രഹം നമ്മുടെ മേലേക്ക് ചൊരിയും. ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധി നമ്മുടെ മേലേക്ക് ചൊരിയും. അപ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധിയുടെ വലിയ വെട്ടം നിറയാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറന്ന് കളിക്കും. അപ്പോഴാണ് ദൈവം ഒരു വചനം പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36 അധ്യായം 25 വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാകുന്ന ശുദ്ധജലം നമ്മുടെ മേൽ തളിക്കും. നിങ്ങളുടെ എല്ലാ പാപക്കരങ്ങളിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ നമ്മളിങ്ങനെ ഏറ്റുപറഞ്ഞ് പാപങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവ് നമ്മളുടെ ആത്മാവിലേക്ക് വന്ന് എല്ലാ കറകളും കഴുകിക്കളയുമ്പോൾ നമ്മുടെ ആത്മാവിന് എന്ത് സംഭവിക്കും? പരിശുദ്ധിയുടെ വെണ്മ നിറഞ്ഞ പൂവായിട്ട് പ്രശോഭിക്കും. ഇങ്ങനെ വിടർന്ന് നന്മയുള്ള വെണ്മയുള്ള പുഷ്പങ്ങളായിട്ട് നമുക്ക് മാറാം. നന്മ നിറഞ്ഞൊരു ജീവിതം നമുക്ക് നയിക്കാം. തിന്മയിൽ നിന്നെല്ലാം വിട്ടുമാറി നന്മയുള്ള കുഞ്ഞുങ്ങളായിട്ട് എല്ലാ മക്കളും മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.